ഒന്നുമില്ല, ഡേ ഇൻ മൈ ലൈഫ് എടുക്ക്. ഇല്ല ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ്. ടീക്കുട്ടി ഇപ്പൊ സമയം 6:05. അപ്പൊ ഇന്നൊരു ദിവസത്തെ ടീക്കുട്ടി എവിടേക്കാ പോണേ ടിയാ? തോന്നുന്ന പറ്റിക്കാണോ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇന്ന് സ്കൂളില്ല. ആ പാവം ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. എടാ ഡാഡിയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഡാഡിക്ക് കുറച്ച് വർക്കായതുകൊണ്ട് ഡാഡി കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി. മമ്മ ഇന്നലെ എന്ത് ചെയ്തു? മമ്മ ഇന്നലെ ഇതിനെക്കുറിച്ച് ഒന്നും അവെയർ ആയിരുന്നില്ല. പിന്നെ സ്കൂളിലെ മെസ്സേജ്, മമ്മ ഇത്തിരി നേരത്തെ ഉറങ്ങി, ഇത്തിരി തലവേദനയൊക്കെ ആയതുകൊണ്ട് സ്കൂളിലെ മെസ്സേജ് വന്നത് 9:30. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ പറയാം? അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് നിൻ്റെ റൂമിൽ വന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച. നീ അപ്പോഴത്തേക്ക് നേരത്തെ 6 മണിക്ക് എഴുന്നേറ്റ് വന്നാലോ? അദ്വിക്കും വന്നടാ ആ സമയത്ത്. എനിക്ക് ശീലായി. ഓക്കെ, അപ്പൊ അങ്ങനെ ഗൈസ്, നമുക്ക് 3 ദിവസത്തെ വെക്കേഷൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ചോദിച്ചപ്പോൾ ഇത് നോക്കിയേ ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നോക്കിയേ. ഓ മൈ ഗോഡ്, സുംപപ്പിയോ അമ്മ എല്ലാരും ചോദിച്ചില്ലേ എവിടെ, ആര് തന്നു, എന്ത് തന്നു പറഞ്ഞേ? എനിക്കൊരു ഫ്രണ്ട് ശ്രീലക്ഷ്മി തന്നതാ, ഫ്രം ദുബായ്. നന്നായിട്ട് കേട്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതാട്ടോ. ഇതും മിനീസോ, ഇത് മിനീസോന്ന് വാങ്ങിയതാ. എനിക്ക് ശരിക്കും ഇഷ്ടമായത് ഗൈസ്. ടീക്കുട്ടി, അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഗൈസ് നമ്മൾ ആ ഒരു B2ന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് നമ്മളിപ്പോ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല, നമ്മളൊരു പുതിയ ചാലഞ്ച് അനൗൺസ് ചെയ്യാൻ പോവാണ് അല്ലേ ടിയ? എന്താടാ അത്? ഇങ്ങോട്ട് നോക്ക് എന്നാലും എനിക്ക്. നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ്. നമ്മൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നാളെ സൺഡേ നമ്മൾ ലൂലുലോ ഇല്ലെങ്കിൽ ഹൈലൈറ്റിലോ പോകുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് സ്പോട്ട് സെലക്ട് ചെയ്തിട്ട് അവരുടെ പേരായിരിക്കും നമ്മൾ നെയിം മീറ്റിംഗ് ചാലഞ്ചിൽ ചെയ്യാൻ പോകുന്നില്ല ടിയ? യെസ്. അപ്പൊ വേഗം നിങ്ങളുടെ പേരെല്ലാം കമന്റ് ചെയ്തോളൂ. അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു പേരായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കാം, ഇല്ലെങ്കിൽ 3 പേരായിരിക്കും അല്ലേ ടിയ? അപ്പൊ വേഗം നിങ്ങളുടെ പേര് ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ B2 ടാബ്ലറ്റ് ലഡിക. ഇതിൽ നമ്മൾ കുത്തിപ്പൊട്ടിക്കാൻ പോവാണ്. 4 ഉള്ളൂ കേട്ടോ. അപ്പൊ അതെങ്ങനെയാ ചെയ്തേന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് ഇതിന് നമ്മളിനി ലിപ്സ്റ്റിക്കിന്റെ ബാക്ക് കൊണ്ട്, അതല്ല മസ്കാറയുടെ ബാക്ക് കൊണ്ടാണ് ഈ കുട്ടി കുത്തിപ്പൊട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ഷോർട്സിൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഒരുപാട് സമയം. അപ്പോൾ ഈ B2 എക്സ്പെരിമെൻറ്റ് നിങ്ങളിത് കാണുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ടാബ്ലറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ 1mgയോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ബുക്ക് ചെയ്താ കേട്ടോ. നന്നായി കുത്തിപ്പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഇപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നന്നായി പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് പോലും കളയരുത് കേട്ടോ. ഡ്രോപ്പ് അല്ല, ലൈറ്റ് എല്ലാം ഓഫ് ആക്കണം. അല്ല മുത്തേ, നിന്റെ ഫോണ് എടുത്തിട്ട് വരൂ. ഇപ്പം നമ്മളിത് ഇതൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് പിന്നെ അതും എല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് അങ്ങനെ നമ്മൾ ഗൈസ് ഒരു ഫ്ലാഷ് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ നോക്കട്ടെ, അതിന്റെ മേലെ നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. എന്റെ അതേ മോളെ, എല്ലാം എന്റെ 100. നിന്റെ കുഞ്ഞു ഫോൺ എടുക്കും. നമ്മുടെ ഫോണൊന്നും പറ്റില്ല ഗൈസ്. നമ്മുടെ എല്ലാ ഫോൺസും ഇതുപോലെ അത്യാവശ്യം ക്യാമറ ഉള്ളതാണ്. അപ്പൊ നമുക്ക് വേറെ ഫോൺ എടുക്കാം. അങ്ങനെ നമ്മൾ രാത്രിയിൽ ഇരിക്കാൻ പോവുകയാണ്. ഒരു രാവിലെ 10 മണിയാണ്. അപ്പൊ നെയിം മീറ്റിംഗ് ചാലഞ്ച് മറക്കരുത്. നിങ്ങൾ വേഗം നിങ്ങളുടെ പേരെല്ലാം കമന്റ് ചെയ്തോളൂ. ഇനി നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ആക്കണം അല്ലേ? ഈ നമ്മൾ ഫ്ലാഷ് വെച്ചിട്ടുണ്ട്, ടിക്കുട്ടിയുടെ ഫോണിൽ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് ഞാൻ നീക്കി വെച്ചു. ഇനി നമ്മളുടെ മിറർ എല്ലാം ഒന്ന് ഓഫ് ചെയ്യണം അല്ലേ? വന്ന ഓഫ് ചെയ്യേ.
ആ മിറർ ഓഫ് ചെയ്താലല്ലേ ഇത് ഇവിടെ ഈ താഴത്തെ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഓക്കെ ഫൈൻ. ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണം. ഒരു മിനിറ്റ്, ഞാൻ ആയിട്ടില്ല. വെയിറ്റ്. നമ്മൾ ദേ ഇടാൻ പോവുകയാണ്. ഇടുമ്പോഴുള്ള ആ ഒരു മാജിക് ആണ്. ചിപ്പി കുറച്ച് അടുത്ത് തന്നിടാ. ഗൈസ്, ആ ഇടുമ്പോഴുള്ള ആ ഒരു മാജിക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോൾ കാണുന്നില്ല ഗൈസ്. ഇത് ശരിക്കും അടിപൊളിയാണ്. മാജിക്കൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഈ എക്സ്പെരിമെന്റ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. എനിക്ക് എത്രത്തോളം ഞാൻ ഈ ഫോണിൽ നിമിഷാന്റെ ക്യാമറയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഇത് കഴിയുന്നേ ഇല്ല. നമ്മൾ കയ്യിലുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്. ഇപ്പൊ ടീക്കുട്ടി ഇത് കയ്യിലൊന്ന് ഇടാൻ പോവാട്ടോ. നോക്കിയേ, നമ്മുടെ സബ്സ്ക്രൈബറിൽ ആരെങ്കിലും പേരൻസ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് ചോദിച്ചിട്ട് പറയണേ. ഈ B2 എന്ന് പറയുന്ന ടാബ്ലറ്റിന്റെ എന്താ പറയാ യൂസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നേന്നല്ലേ ടിയ? അങ്ങനെ ഞങ്ങൾ ലൈറ്റ് എല്ലാം ഇട്ടു. ശരിക്കും നമ്മളുടെ റെപ്പിൻസൽ ഇല്ലേ മക്കളെ, റെപ്പിൻസലിന്റെ ആ ഒരു ഗ്ലോന്റെ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ എല്ലാവരും ഇത് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് പരിപാടി? സ്കൂളൊന്നും ഇല്ലാതെ എന്തോ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടോ. ഗ്രോ ഗാർഡൻ കളിക്കാണ് ഗൈസ്. അത് റോബ്ലോക്സിലൊരു ഗെയിമാണ്. ഓക്കെ, എനിക്ക് ഗെയിം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കറിയില്ല കേട്ടോ. എന്റെ ഗാർഡൻ ഞാൻ കാണിച്ചു. ടീക്കുട്ടി ഇങ്ങനെ ഗാർഡൻ ഉണ്ടാക്കും, പിന്നെ വേറെ കുറെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കും, എന്നിട്ട് അത് ഡാഡിക്ക് അത് വേറെ അല്ലേ? ആ ഓ, ഇതാണ് എന്റെ ഗാർഡൻ. ഓ, ടീക്കുട്ടിയുടെ ഗാർഡൻ. അയ്യോ, should I start the admin abuse? അയ്യോ അപ്ഡേറ്റ് ആണ് ഗയ്സ്. അയ്യോ എന്താണ് ഗയ്സ്? അപ്ഡേറ്റ് ആണ്. ഓ മൈ ഗോഡ്, എന്ത് എനിക്കൊന്നും മനസ്സിലായി. ഫോൺ എടുത്തിട്ട് വന്നേ ഗയ്സ്. ഓ മൈ ഗോഡ്, ഞാൻ അപ്ഡേറ്റ് കണ്ടില്ല ഗയ്സ്. അതില്ലേ, അതിപ്പോ വരിക കേട്ടോ ഗയ്സ്. ഒരു മിനിറ്റ്. വന്നു. ഓ മൈ ഗോഡ് ഗയ്സ്, എനിക്കൊന്നും പറയാൻ. അയ്യോ ഗൈസ്, എന്റെ കുട്ടിക്ക് എന്തോ പറ്റിട്ടോ. ഇവിടെ അദ്ദിക്കുട്ടനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവര് ഇതിന്റെ ഉസ്താദുമാരാണ് കേട്ടോ. നല്ല രസാട്ടോ. ഇവര് തന്നെ ഇവരുടെ ഗാർഡനൊക്കെ സൗണ്ട് കുറച്ചേ. ഇവര് തന്നെ ഇവരുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഡാഡിക്കൊക്കെ കാണിച്ചു കൊടുക്കും. കൊറേ ഗാർഡനൊക്കെ. എനിക്ക് ഗാർഡനേക്കാളും വീട് ഉണ്ടാക്കലാണ് കേട്ടോ ഇഷ്ടം. ടീക്കുട്ടി അത്തിക്കുട്ടിനെ നന്നായിട്ട് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യും, വീടുണ്ടാക്കും. എന്നിട്ടത് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഡാഡിയാണ്. നമ്മുടെ ഭാവിയിൽ ഒരു ആർക്കിടെക്ട് ആയിട്ട് മാറട്ടെ ഗൈസ്. എങ്ങനെ കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ ജോയിൻ ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഭയങ്കര കറക്റ്റ് ആയി. എനിക്ക് പക്ഷെ ഈ കുട്ടി ഓടുന്നത്. ഇതാണ് അദ്വിക്കിന്റെ ഗാർഡൻ. അദ്വിക് ആരുടെ ഗാർഡൻ ആണ് സൂപ്പർ എന്ന് കമന്റ് ചെയ്യണം. ഗാർഡൻ ഞാൻ കുറച്ച് നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അദ്വിക്കിന്റെ ഏതാ ഗാർഡൻ? ജംഗിള് പോലെ ഉണ്ട് കേട്ടോ. എന്റെ കുട്ടീനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ, എന്റെ സ്വർണ്ണാണ്. ഒന്നുമില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ വയസ്സ്. ഇവിടെയൊക്കെ ജംഗിളൊക്കെയാണ് അദ്ദിക്കുട്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദിക്കിനൊക്കെ നല്ല എക്സ്പെൻസീവ് ഫ്രൂട്ട് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, കാൻഡി ബ്ലോസ് ഉണ്ട്. ഓക്കെ, നിനക്ക് കാൻഡി ബ്ലോസ് ഇല്ലേ? ഇല്ല, എന്റെ ഇല്ല. കാരണം ഞാൻ ഇത് ഈസ്റ്റർ അപ്ഡേറ്റിനായിരുന്നു കാൻഡി ബ്ലോസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാനപ്പോ എനിക്ക് 1000 rupees ഒക്കെ 1000 shekels പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റില്ല. ബട്ട് അദ്വിക്കിന് 10 million ഒക്കെ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് പറയണ 93 billion ആയി. എനിക്കിതൊന്നും പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു എനിക്കറിയില്ല മുത്തേ. ഷോക്കഡ് ഗൈസ്. ഇതിന് എത്രയായിരിക്കും നമുക്ക് ഗസ് ചെയ്ത് നോക്കിയാലോ? പിങ്ക് എന്താ പറയണെന്ന് ഒരു ഐഡിയ. എത്ര ആയിരിക്കും നോക്കാട്ടോ? ഒരു 10 rupees. നിങ്ങളൊക്കെ 8 million ഗൈസ്. ആ ഒരു പൂവിനോ? എന്തൊരു കളിയാണല്ലേ. ശരി, പോട്ടെ, ഒരു കൺക്ലൂഷൻ പറയും. അടുത്ത വീഡിയോ മനസ്സിലാക്കി. ബൈ ബൈ.